ഹലോ കൂട്ടുകാരെ, ഇന്ന് കർക്കിടക മാസത്തിൻ്റെ 2ാം ദിവസമാണ്. ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. സത്യം പറഞ്ഞാൽ ഒരു വ്രതം പോലെ തന്നെയാണ് ഈ ഒരു മാസം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് കർക്കിടക കഞ്ഞി അത് കുടിക്കാൻ വേണ്ടി ഞാൻ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് മാത്രം മതി. അപ്പം ഒരു പിടി ഇത് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ കാണിച്ചു തന്ന അതേ രീതിയിലാണ്. എനിക്കിവിടെ മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ പറിച്ചാണ് ഞാൻ, അല്ലാതെ കിറ്റ് വാങ്ങിച്ചല്ല ഞാൻ ചെയ്യുന്നത്. മരുന്നുകളിലുള്ളവരെ ആ മരുന്ന് തന്നെ നല്ല രീതിയിൽ, ഇതിപ്പം മലതാങ്ങി കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന ഒരു മരുന്നാണ്. ഇത് മുക്കുറ്റി, ഇത് ഞരമ്പോടൽ എന്ന് പറയും. അപ്പം നമ്മുടെ പൂർവികർ കാണിച്ചു തരുന്ന രീതിയിലാകുമ്പോൾ 3, 5 അങ്ങനെയുള്ള രീതിയിലാണ് ഇലകൾ. ഞാനിത് വർഷങ്ങളായിട്ട് എൻ്റെ കുഞ്ഞിലെ തൊട്ടേ ഞാൻ കഴിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ അച്ഛൻ്റെ അമ്മ വച്ച് തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ കഴിച്ച് എൻ്റെ കുട്ടികൾക്കൊക്കെ അറിയാം, എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. എല്ലാവരും ചോദിക്കും കർക്കിടക കഞ്ഞി കുടിക്കുന്നില്ലയോ. കാര്യം ഞാനിങ്ങനെ ശീലം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഞാൻ വിശദമായിട്ട് പറയാം. ഇതിപ്പോൾ ഞാൻ ഇത് അരിയും ഈ ഉലുവായും ഞാൻ വേകാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. ഒരു 10-15 മിനിറ്റ് നമ്മളത് വേകണം. വെന്തിട്ട് ഇത് അരി ഉലുവായും മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ അരയ്ക്കും. ഇത്രയും സാധനങ്ങൾ ഞാൻ അരച്ചിട്ട് അതിൻ്റെ നീരാണ് ചേർക്കുന്നത്. നീര് ചേർത്ത് പാല് ഞാൻ ഉപയോഗിക്കുന്നതല്ല, പക്ഷെങ്കിൽ ഞാൻ ഈ കഞ്ഞിക്ക് വേണ്ടി പാല് ഒഴിച്ചാണ് കഴിക്കുന്നത്. അതിൻ്റെ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ കഞ്ഞി കുടിക്കുന്നതിൻ്റെ കാരണം, എല്ലാവരും കിറ്റൊക്കെ വാങ്ങിച്ച് പുറത്തൊക്കെ ഉള്ളവർക്കും ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ മരുന്ന് കിട്ടാൻ പ്രയാസമാണ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പറമ്പിലെല്ലാം മരുന്നുകളും ഉണ്ട്. മുക്കൂറ്റി, ഞരമ്പോടൽ, അതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ്. മലതാങ്ങിയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ചെറുതായിട്ടൊരു തണ്ട് കൊണ്ടുവന്നാൽ മതി, നമുക്കതെല്ലാം കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ വെച്ചാണ് ഞാൻ 10 ദിവസം 15 ദിവസമൊക്കെ കഴിക്കാൻ പറ്റുന്നവർ കഴിക്കണം. അതുകൊണ്ട് എനിക്ക് വന്ന ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിതിൻ്റെ ശാസ്ത്രീയ വശങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങളോട് പറയുന്നത്, എൻ്റെ അനുഭവങ്ങൾ. ഞാൻ വർഷങ്ങളായിട്ട് മരുന്ന് കഞ്ഞി ഇങ്ങനെ എല്ലാ കർക്കിടക മാസത്തിലും ഇങ്ങനെ കുടിക്കാറുണ്ട്. എൻ്റെ മക്കളെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ പറ്റുന്നവരൊക്കെ കുടിക്കുന്നുമുണ്ട്. വലിയ മോള് ആയുർവേദത്തിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവൾക്ക് ഇതിൻ്റെ മരുന്നുകളെക്കുറിച്ചെല്ലാം അറിയാം. അവൾ എല്ലാ വർഷവും, മറ്റവർക്കൊന്നും അതിന് സൗകര്യങ്ങൾ പറ്റിയല്ല, പക്ഷെങ്കിൽ എൻ്റെ കൂടെ ഉള്ള അനന്തനുമായും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം കുറച്ച് ദിവസം അവരുടെ കൂടെ 3-4 ദിവസം ഉണ്ടായിരുന്നു. അത്രയും ദിവസം ഞാൻ അവർക്കത് വെച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു രീതി, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുമല്ലോ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നെന്ന്. അത് എൻ്റെ അമ്മച്ചിയൊക്കെ, എൻ്റെ അച്ഛനെ മിലിറ്ററിയിലായിരുന്നു ജോലി. അപ്പോൾ അമ്മച്ചിയൊക്കെ ഏത് സമയത്തും അങ്ങനെ അവരൊക്കെ പുറത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ അച്ഛൻ്റെ അമ്മയുടെ കൂടെ അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. കാണിച്ചു തന്ന് അന്നൊക്കെ അവർ കുഞ്ഞു ജോലികൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അവരൊക്കെ കൃഷിക്കാരാണ്. അപ്പം അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അത് കണ്ടുപഠിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം ആ സമയത്ത് തന്നെ നമ്മൾ കണ്ടുപഠിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ കണ്ടുപഠിച്ച ഒത്തിരി കാര്യങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷെ തുടങ്ങിയിട്ട് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോടായിട്ടിപ്പോൾ പറഞ്ഞു തരുന്നത് എനിക്കിതുകൊണ്ട്. എല്ലാവരും ചോദിക്കും ഈ ഒരു വർഷത്തെ, അമ്മച്ചിയൊക്കെ അന്ന് പറഞ്ഞു തരുന്നത് അങ്ങനെയാണ്, മോനെ ഇപ്പം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 1 വർഷം വരെയും ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്ത് നിൽക്കുമെന്ന്. അത് പലപ്പോഴും എനിക്കത് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. കാര്യം ഒരു പനിയോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ ശരീരത്തിന് ഒരു ബലം ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഈ മരുന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന അതേപോലുള്ള ഒരു ഫീല് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഓരോരോ അസുഖങ്ങൾ നമുക്ക് കയറി വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ
നമ്മളാരും നമ്മുടെ ശരീരത്തെ നോക്കുന്നില്ല. നമ്മൾ ഓടുകയാണ്. പക്ഷേ ആ ഓട്ടം ഒന്ന് നിൽക്കണമെങ്കിൽ ചെറിയൊരു പനിയോ ഒരു ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടം അവിടെ നിൽക്കും. അതാരും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതിനാണ് പറയുന്നത് ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. ഓരോരുത്തരോട് ഞാൻ പലരോടും ഇങ്ങനെ പറഞ്ഞു വരുമ്പം എൻ്റെ ബന്ധുക്കളെ ഞാൻ ഈയിടെ കുറച്ച് പേരെ അടുത്ത് കാണാനിടയായി. കുറച്ച് പേരോട് ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി സമയമില്ല, ഇങ്ങനെ സമയം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമുക്കൊരു അസുഖം വന്ന് 10 ദിവസം നമുക്കൊരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നാൽ അവിടുന്ന് നമുക്ക് ചാടാൻ പറ്റത്തില്ല, അവിടെ കിടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാകും. ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. പക്ഷേ അതാരും ആരും ആ ഒരു കാര്യത്തിലോട്ട് വരാൻ ആരും തയ്യാറല്ല. ഇപ്പോൾ എല്ലാവരും കുറേയൊക്കെ മനസ്സിലാക്കി. കാര്യം ഇന്ന് നമ്മൾ കണ്ടുവരുന്നതാണ്. ഓരോ വീട്ടിൽ ഒരു വീട്ടിൽ ഒരാളെന്ന രീതിയിൽ ക്യാൻസർ പേഷ്യൻ്റ് ആകുകയാണ്. അല്ലെങ്കിൽ അതുപോലുള്ള രോഗങ്ങൾ ഇപ്പം ഈ ഒരു 30 വയസ്സ് അങ്ങോട്ടാകുമ്പോൾ തൊട്ടേ ജീവിതശൈലി രോഗങ്ങൾ കുട്ടികൾക്കായിക്കഴിഞ്ഞു. അത് നമ്മൾ ആ ചെറുപ്പത്തിൽ കഴിച്ചിരിക്കുന്ന ആഹാരവും ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരവും ഇപ്പം ഞാൻ ഇങ്ങനെ യാത്ര ഒരുപാട് ചെയ്യുന്ന ആളാണ്. ബസ്സിലാണ് കൂടുതലും യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരമാണ്, മക്കളൊക്കെ തിരുവനന്തപുരത്തിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ടങ്ങ് പോകും. അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ ഞാൻ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെ ഓരോ ജംഗ്ഷനിലും ഈ ഫാസ്റ്റ് ഫുഡുകൾ, അതിൻ്റെ ആ കടയുടെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ജനങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷേ ഇതെങ്ങനെയുള്ള ഇപ്പോൾ പിന്നെ മോശമായിട്ടുള്ള എണ്ണയൊന്നും വെച്ചാരും ഒന്നും ചെയ്യത്തില്ല. കാര്യം എപ്പോഴും ഇതിനൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതങ്ങ് പോട്ടെ, നല്ല എണ്ണയിൽ തന്നെയാണ് ഇതെടുക്കുന്നതെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ നമ്മൾ ആ കിട്ടുന്ന ഇപ്പോൾ ഒരു ഉഴുന്ന് വടയായാലും ഏതെങ്കിലും ഒരു സാധനം ഒന്ന് പ്രസ് ചെയ്തേ അതിൽ നിന്ന് വരുന്ന എണ്ണ എന്തുമാത്രമാണ്. ഇതാരെങ്കിലും വിചാരിക്കുന്നോ? നമുക്ക് വിശപ്പുണ്ട്, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ചായ ഏതെങ്കിലും ഒരെണ്ണം കഴിക്കുക. അപ്പോൾ അവർ ചോദിക്കും ഈ വിശന്ന് നിൽക്കുമ്പം എന്തെങ്കിലും വേണ്ടായോ കഴിക്കാനെന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട, അല്ലെങ്കിൽ എനിക്ക് നല്ലതായിട്ട് വിശപ്പുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ നിൽക്കാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന വഴിക്കെല്ലാം കരിക്കും വെള്ളം നമുക്ക് വെട്ടി അവർ തരും. അത് അവരോട് പറയണം ഒരു ഇളം കരിക്ക്, നല്ല ഇങ്ങനെ വടിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കരിക്കെടുത്ത് ആ വെള്ളം തരാൻ. അപ്പോൾ ആ വെള്ളം കുടിച്ച് ആ കരിക്കും കൂടെ നമ്മൾ തിന്ന് കഴിയുമ്പോൾ നമ്മുടെ വിശപ്പിനൊരു ആശ്വാസമാകും. പിന്നെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ബസ്സിലിരുന്ന് കഴിക്കുന്ന സാധനം പറയട്ടെ, ഡേയ്സ് പറങ്ങാണ്ടിയോടുകൂടി ഇരിക്കുന്നതുണ്ടല്ലോ, അതിലൊരു 10 എണ്ണം ഒരു പാക്കറ്റ് ഞാനിങ്ങനെ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് ഞാൻ ഒരു ഫ്ലാസ്കിൽ 2 ഗ്ലാസ് വെള്ളവും വെക്കും. ഇതിൽ 3-4-5 എണ്ണം ഞാനങ്ങ് കഴിക്കും. കഴിച്ചിട്ട് ഞാൻ 1-2 ഗ്ലാസ് വെള്ളവും കുടിക്കും. ഇതാണ് എൻ്റെ യാത്രയിലുള്ള ആഹാരം. അപ്പോൾ നമുക്കൊരു ശരീരത്തിനൊരു ക്ഷീണവും തോന്നത്തില്ല. ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ ചെന്നതിന് ശേഷം മാത്രമേ ആഹാരം കഴിക്കൂ. ഇതെല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരത്തില്ല. എൻ്റെ വലിയ മോളുണ്ട്, അവൾക്ക് ഭയങ്കര തൈറോയിഡും ഒക്കെ ഉള്ളതാണ്. അവൾ പറയും ഈ അജിയമ്മ എന്നാണ് എൻ്റെ പേര്, അജി എന്നാണ് വീട്ടിലെ പേര്. അജിയമ്മ എങ്ങനെയാണ് പറ്റുന്നത്, എനിക്കങ്ങ് ഭയങ്കര വിശപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും മോനെ, അത് നീ എളുപ്പം നിർത്തണ്ട, നീ പതുക്കെയായിട്ട് കൊണ്ടുപോവാ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ വേഗത്തിലൊരു നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. അത് ചെറിയ നമ്മളൊരു ഓരോ ദിവസം അളവ് കുറച്ച് കൊണ്ടുവരുമ്പം നമുക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. ഞാൻ എൻ്റെ ഈ ഏജ് 60 കഴിഞ്ഞ ഏജാണ് ഞാൻ. ഈ ഏജിൽ എനിക്ക് കൊളസ്ട്രോളില്ല, പ്രഷറില്ല, ഷുഗറില്ല. അപ്പോൾ അത് നിങ്ങളോട് ഞാനിത് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഈ ഉപദേശം തരാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ സേഫാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ചെയ്തേ പറ്റൂ. ഈ കാലം എന്തായാലും നമുക്കിട്ട ആയുസ് എത്രയെന്നോ അത്രയും കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചേ പറ്റൂ. അത് നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത്
അത് കുറച്ച് ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് ചെയ്യാൻ ആരും പറയുന്നില്ല. നമുക്കെല്ലാവർക്കും ജോലി കാര്യങ്ങൾ, നമ്മളെല്ലാം ഓടുന്നത് ഈ ഒരു വയറിന് വേണ്ടിയാണല്ലോ. അപ്പോൾ ആ ഓട്ടം നിൽക്കാനും പറയുന്നില്ല. പക്ഷെ ആ ഓടണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അങ്ങനെ പോയില്ലെങ്കിൽ ഇന്ന് രോഗങ്ങളിൽ അകപ്പെട്ട് ഒരു പൊതി മരുന്നുമായിട്ട് ഓടേണ്ടി വരും. ഈ മരുന്നില്ലാതെ ആളുകളങ്ങനെയാണല്ലോ, അസുഖങ്ങളുണ്ടെങ്കിലും മരുന്ന് കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. മോളോട് ചോദിച്ചാലും അവൾ പറയും അവൾക്ക് തൈറോയിഡൊക്കെ ഉള്ളപ്പം മരുന്ന് കയ്യിലുണ്ട്, അതങ്ങ് എടുക്കും. എടുത്തിട്ട് ഓടുക, നിൽക്കുന്നില്ല, നിന്നാൽ പറ്റത്തില്ല, നിന്നാൽ അവിടെ സ്റ്റക്കായി പോകും. അപ്പം അതിലൊന്നും അകപ്പെടാതെ ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ എല്ലാ വർഷവും ഈ കഞ്ഞി 10 ദിവസത്തിൽ കൂടുതൽ ഞാൻ കുടിക്കും. എൻ്റെ മോനൊക്കെ പുറത്തിരുന്ന് ചോദിക്കും, അമ്മ ഇന്ന് മരുന്ന് കഞ്ഞി തുടങ്ങിയോ? ഇന്നിപ്പോൾ വൈകിട്ട് ഒരു 2-3 മണിയാകുമ്പം അവർ കാണും ഞാനിത് തുടങ്ങി എന്നുള്ളത്. അപ്പം ഞാൻ നിർത്താതെ കഴിക്കുമെന്നും അറിയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പോയി എന്നെപ്പോലൊക്കെ കുറച്ച് നാളെങ്കിലും നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്ന കാലം നമുക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമില്ലേ. എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മളെപ്പോലെ മറ്റുള്ളവരും വരാൻ പറ്റുമെങ്കിൽ, എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി ആകാനും അതിനും ഞാൻ സമയം കണ്ടെത്തും. ഞാൻ എൻ്റെ കൈകളൊക്കെ ഞാൻ വൃത്തിയായിട്ടാണ് എപ്പോഴും സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നത്. അത് നമുക്ക് ചെറിയ ചെറിയ സമയങ്ങൾ മതി. നമ്മളിപ്പോൾ ഒരാളിനോട് സംസാരിച്ച് കുറേ സമയങ്ങൾ സംസാരിക്കുന്നതെന്നല്ല, അവരോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അത് നമുക്ക് സമയം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോടായിട്ട് പറയുന്നത്. അപ്പം ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും മരുന്ന് ഒക്കെ എടുക്കാൻ പറ്റുന്ന അത്രയും കാര്യം. ഈ മാസം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല, വലിയ ജോലികളൊന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഭയങ്കര കൃഷിക്കാരായിരുന്നു, അവർക്കൊക്കെ നല്ല ജോലിയും ഭാരവും ഉണ്ട്. അപ്പോൾ ഈ ഒരു മാസം മരുന്നൊക്കെ എടുത്ത് അവർ വിശ്രമത്തിന് വേണ്ടി അങ്ങ് ഇരിക്കും. എന്നാലും വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല ഈ മരുന്നൊക്കെ കഴിച്ച് ശരീരം അനങ്ങാതൊന്നും ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അതേ ഒരു രീതിയിലാണ് ഞാനും പോകുന്നത്. പക്ഷേ ഈ സമയം വരെയും നമുക്കങ്ങനെ നല്ല രീതിയിൽ പോകാനൊക്കെ സാധിച്ചു. അതുകൊണ്ട് എൻ്റെ ഈ എളിയ അപേക്ഷ കുറച്ച് പേരെങ്കിലും സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ഈ മരുന്ന് കഞ്ഞി കുടിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അതിപ്പോൾ രാവിലെ എന്നൊന്നുമില്ല, ഞാൻ ഈ ഒരു മാസം മീനും ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയാണ് ഇത് കഴിക്കുന്നത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മീൻ കഴിച്ചാലും ഇറച്ചിയോ അങ്ങനെയുള്ള ഒന്നും കഴിക്കാതിരിക്കുക. അങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തോടൊരു ഇതിന് ശേഷം നമുക്ക് വരുന്ന ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകും. നല്ല ഒരു വയറിന്, പ്രത്യേകിച്ച് വയറിനാണ് നമുക്ക് നല്ല സുഖം തോന്നുന്നത്. നമ്മുടെ ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഏറ്റവും ആദ്യം നമ്മൾ അനുഭവിച്ചറിയുന്നത് നമ്മുടെ വയറിനാണ്. ഇതൊന്നും ഡോക്ടർമാരുടെ ഉപദേശങ്ങളോ കാര്യങ്ങളോ മറ്റുള്ളവരുടെ കോപ്പി അടിച്ചോ ഒന്നുമല്ല, എൻ്റെ അനുഭവങ്ങൾ. എനിക്ക് എൻ്റെ ശരീരത്തിന് കിട്ടിയ അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. ഓക്കെ, കഞ്ഞി കണ്ടോ, ഈ കഞ്ഞി വെക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇത് പച്ച നെല്ല് കുത്തരിയാണ്, അതും ഉലുവായി. നമുക്കൊരാൾക്ക് വേണ്ടത് എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. എൻ്റെ രാവിലത്തെ ആഹാരം ഇത് ഏത് സമയം വേണമെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് കഴിക്കണ്ട, വൈകിട്ടോ രാവിലെയോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ശാസ്ത്രീയ വശങ്ങളുമായിട്ടല്ല, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഞാൻ. പക്ഷേ ഇന്ന് മുട്ടയോ മീനോ ഇറച്ചിയോ അങ്ങനെയുള്ള ഒന്നും കഴിയത്തില്ല. ഇത് കഴിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇറച്ചിയെങ്കിലും മാറ്റി വയ്ക്കണം. മീനൊക്കെ ഒരു നേരം കഴിച്ചാലും നമ്മൾ ഈ പറയുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ നടന്നോടി നടക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ കുറച്ച് സമയമെങ്കിലും സ്നേഹിക്കണം. ഞാൻ അങ്ങനെ സ്നേഹിച്ച് പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അത് എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്. നല്ല രുചിയാണ്, ഒരു കുഴപ്പവുമില്ല.
ഇത് ചെയ്യാൻ പ്രയാസമില്ല. മരുന്നെല്ലാം കൂടെ ഏതെങ്കിലും 3ഓ 5ഓ ഒക്കെ കൂട്ടം മരുന്നുകൾ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞിത് ചേർത്തിരിക്കുകയാണ്. ഈ അരി ഉലുവായും കൂടെ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് 1-2 വിസിലടിക്കുമ്പോൾ അതങ്ങ് വേകും. അതിന് ശേഷം ആ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് പാലും കൂടെ ചേർത്ത് ആണ് ഞാൻ കഴിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ചെയ്ത് ആരോഗ്യം രക്ഷിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കേ.